السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. അൽ കബായിർ എന്നാൽ കബീറത്തിൻ്റെ ബഹുവചനമാണ്, അഥവാ വൻപാപങ്ങൾ. എന്തൊക്കെയാണ് വൻപാപങ്ങൾ എന്നത് ക്രോഡീകരിക്കപ്പെട്ട ഒരു കിതാബാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം ആദ്യമായി എടുത്തുകൊടുത്ത 2 ആയത്തുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. അഥവാ അള്ളാഹു പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. നിങ്ങളോട് വിലക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുപാപങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തു നൽകും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അതോടൊപ്പം ആദരണീയമായ സ്ഥാനത്തേക്ക്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നും ഓർമ്മപ്പെടുത്തി. അഥവാ വൻപാപങ്ങൾ ഒരാൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന വളരെ മഹത്തരമായ ഗുണമാണ് ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. 2ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്തു കൊടുത്തത് സൂറത്തു അൻ-നജ്മിലെ ആയത്താണ്. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം. കബായിർ വൻപാപങ്ങൾ, അതുപോലെ തിന്മകൾ, അതിൽ തന്നെ മ്ലേച്ഛമായ വൃത്തികെട്ട തിന്മകൾ ഒഴിവാക്കിയ, ഉപേക്ഷിച്ച് അതിൽ നിന്ന് മാറി നിന്ന ആളുകൾ, ഇല്ലല്ലമം, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലമം അഥവാ ചെറിയ ചെറിയ തെറ്റുകളാണ് അവരുടെ ഭാഗത്തുള്ളത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ പാപങ്ങൾ എന്നത് വലിയ വൻപാപങ്ങളുണ്ട്, ചെറിയ പാപങ്ങളുണ്ട് എന്നത് അറിയിച്ചു. വൻപാപങ്ങൾ ഉപേക്ഷിച്ചാലാണ് ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുക എന്നും അല്ലാഹു അറിയിച്ചു. അതോടൊപ്പം വൻപാപങ്ങളുടെ ഗൗരവവും റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷം ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നുള്ള ചില അസറുകൾ ഉദ്ധരിക്കുകയാണ്. കബായിർ, വൻപാപങ്ങൾ ഉപേക്ഷിക്കണം, വൻപാപങ്ങൾ ഉപേക്ഷിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ട് നമ്മൾ കേട്ടു. എന്താണ് വൻപാപങ്ങൾ? എങ്ങനെയാണ് ഒരു പാപം അത് വൻപാപമാണോ ചെറിയ പാപമാണോ എന്ന് തിരിച്ചറിയുക? അത് തിരിച്ചറിയാനുള്ള ചില മാനദണ്ഡങ്ങളാണ് മഹാനായ സഹാബി അദ്ദേഹം പറയുന്നത്. ഷെയ്ഖ് പറയുന്നു, റവ ഇബ്നു ജരീറിൻ അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ. മഹാനായ ഇബ്നു ജരീർ, മഹാനായ മുഫസ്സിർ, വളരെ പൗരാണികനായ മുഫസ്സിറാണ് അദ്ദേഹം. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്, അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട്
ഖാല അദ്ദേഹം പറഞ്ഞു അൽ കബായിറു കബായിർ എന്നാൽ വൻപാപങ്ങൾ എന്നാൽ കുല്ലു ദംബിൻ ഖതമഹുല്ലാഹു ബിനാരിൻ ഔ ലഅനത്തിൻ ഔ ഗളബിൻ ഔ അദാബിൻ. കബായിറുകൾ വൻപാപങ്ങൾ തിരിച്ചറിയാനുള്ള അടയാളമാണ്. എന്തൊക്കെയാണത്? കുല്ലു ദംബിൻ, ഏതൊക്കെ പാപങ്ങളുണ്ടോ, ഏതൊക്കെ തിന്മകളുണ്ടോ, ആ തിന്മകളുടെ പ്രത്യേകത എന്താണ്? ഖതമഹുല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിന്മയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കിതാബിലോ അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലോ നാർ, നരകം കൊണ്ട് താക്കീത് ചെയ്തു. അതല്ലെങ്കിൽ ലഅനത്ത്, ശാപമുണ്ട് എന്ന് പറഞ്ഞു. ഔ ഗളബിൻ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്ന് പറഞ്ഞു. ഔ അദാബിൻ, അതല്ലെങ്കിൽ ശിക്ഷയുണ്ട്, ഇഹലോകത്തോ പരലോകത്തോ ശിക്ഷയുണ്ട്. ഇങ്ങനെ പറയപ്പെട്ട ഏതൊക്കെ തിന്മകളുണ്ടോ, തെറ്റുകളുണ്ടോ, അതൊക്കെ കബായിറുകളാണ്, അതൊക്കെ വൻപാപങ്ങളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നല്ലെങ്കിൽ നരകമുണ്ട് എന്ന് അള്ളാഹു പറയും, ഇന്ന തെറ്റ്, ആ തെറ്റിന് നരകമാണ് ശിക്ഷ. അതല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ നരകത്തിൽ പ്രവേശിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ നരകാവകാശികളായി തീരും. ഇങ്ങനെ നരകം കൊണ്ട് താക്കീത് ചെയ്താൽ അത് ഖബായിറാണ് എന്ന് തിരിച്ചറിയുക. അതല്ലെങ്കിൽ ലഅനത്ത്, അള്ളാഹു ശപിച്ചു, അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ശാപമുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇങ്ങനെ പറയപ്പെട്ട തിന്മ കബായിറാണ്, വൻപാപമാണ്. ഔ ഗളബിൻ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചില തിന്മകൾ, തെറ്റുകൾ പറഞ്ഞതിന് ശേഷം അവർക്ക് അള്ളാഹുവിൻ്റെ ഗളബുണ്ട്, അള്ളാഹു കോപിക്കും, അള്ളാഹുവിൻ്റെ കോപം അവരുടെ മേലുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുക അത് ഖബായിറാണ്. ഔ അദാബ്, അതല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു, ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷയുണ്ട്, ഇന്ന രൂപത്തിലുള്ള ശിക്ഷകൾ പറയപ്പെട്ടിട്ടുണ്ട്, അതിനെ തൊട്ട് അള്ളാഹു താക്കീത് ചെയ്തിരിക്കുന്നു. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെയുള്ള തിന്മക്ക് ഇന്ന രൂപത്തിലുള്ള ശിക്ഷയുണ്ട്, ഒന്നല്ലെങ്കിൽ ഇഹലോകത്ത് അതല്ലെങ്കിൽ പരലോകത്ത്. ഇതാണ് സഹോദരങ്ങളെ കബായിറുകൾ തിരിച്ചറിയാനുള്ള മാനദണ്ഡം. അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ചില തെറ്റുകൾ, ചില തിന്മകൾ നമ്മൾ നിസാരമായി കണ്ടാലും ഹദീസിൻ്റെ കിതാബുകളിൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷകൾ താക്കീത് ചെയ്തിട്ടുണ്ടാകും, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ കിതാബിൽ വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തതായിരിക്കും. അത്തരത്തിലുള്ള അനേകം കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് വരാനുണ്ട്. അപ്പോൾ നോക്കൂ, ഇതാണ് കബായിറുകൾ തിരിച്ചറിയാനുള്ള മാനദണ്ഡം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അൽ കബായിറു, വൻപാപങ്ങൾ എന്നാൽ കുല്ലു ദംബിൻ ഖതമഹുല്ലാഹു ബിനാരിൻ ഔ ലഅനത്തിൻ ഔ ഗളബിൻ ഔ അദാബ്. ഇത് സഹോദരങ്ങളെ കബായിറുകൾ, വൻപാപങ്ങൾ എന്താണ്, എങ്ങനെയാണ് അതിനെ തിരിച്ചറിയുക എന്ന് അറിയിക്കാനുള്ള ഒരു അസറാണ്. ഇപ്പം മുകളിൽ കൊടുത്ത 2 ആയത്തുകളിലും അള്ളാഹു വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ് വൻപാപങ്ങൾ എന്നത് ഒരു സംശയം ഉണ്ടാകും, സ്വാഭാവികമാണ്. അതല്ലെങ്കിൽ അതെങ്ങനെ അറിയാൻ സാധിക്കും? തെറ്റുകൾ പല രൂപത്തിലുണ്ട്, ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. അതിൽ തന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അൽ ഇസ്മ വൽ ഫവാഹിഷ്, കേവലം തിന്മയായിരിക്കും, അതല്ലെങ്കിൽ ചില തിന്മകൾ വൃത്തികെട്ട തിന്മയായിരിക്കും, വളരെ മോശമായതായിരിക്കും. ഇങ്ങനെ തിന്മകൾ പല രൂപത്തിലാണ്. അപ്പം ഇത് തിരിച്ചറിയാനുള്ള, കബായിറുകൾ തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത് ഷെയ്ഖ് റഹിമഹുല്ലാ ആ 2 ആയത്തുകൾക്ക് താഴെ കൊടുക്കുകയാണ്. ശേഷം അദ്ദേഹം കബായിറുകൾ എത്ര എണ്ണമുണ്ട് എന്നതാണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്നത്. വലഹു അൻഹു ഖാല, കഴിഞ്ഞ ദർസിൽ അയച്ചെന്ന PDF കയ്യിലുണ്ടാവും എന്ന് വിചാരിക്കണം, അപ്പോൾ അതിൽ നോക്കുക. വലഹു അൻഹു ഖാല, വലഹു എന്ന് പറഞ്ഞാൽ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്. അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നു തന്നെ. ഖാല, അദ്ദേഹം പറഞ്ഞു,
ഹിയ ഇലാ 700 അഖ്റബു മിൻഹാ ഇലാ 7 ഗൈറ അന്നഹു ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാരി വലാ സഗീറത മഅൽ ഇസ്റാർ. വൻപാപങ്ങൾ എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഹിയ അഥവാ അൽ കബായിർ, വൻപാപങ്ങൾ, ഇലാ 700 അഖ്റബു, തെറ്റുകൾ കബായിറുകൾ എന്നത് 700 എണ്ണത്തിനോടാണ് അടുത്തു നിൽക്കുന്നത്. മിൻഹാ ഇല 7, അതിൽപ്പെട്ടതാണ് 7 വൻപാപങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന വൻപാപങ്ങൾ. അപ്പോൾ 7 എന്നത് എന്തല്ല, അതുമാത്രമല്ല അൽ കബായിർ, എന്നാൽ 700നോടാണ് അതിന് അടുപ്പം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, തൊട്ടതും പിടിച്ചതൊക്കെ കബായിറായിരിക്കും. അതാണ് അതിൻ്റെ ചുരുക്കം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ കബായിറുകൾ 400 എണ്ണം രേഖപ്പെടുത്തിയപ്പോൾ പലരും അതിനെ വിമർശിച്ചിരുന്നു. ഇദ്ദേഹം എല്ലാ പാപങ്ങളും കബായിറുകളാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, അൽ കബായിർ, വൻപാപങ്ങൾ 700 എണ്ണത്തോടാണ് അതിനടുപ്പം എന്ന് പറഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ 700ഓളം വരെ നമുക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നരകം, അതല്ലെങ്കിൽ ശാപം, അതല്ലെങ്കിൽ കോപം, അതല്ലെങ്കിൽ ശിക്ഷ. അതിന് പുറമെയും നമുക്ക് കാണാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ചില തെറ്റുകൾ ചെയ്താൽ മുഅ്മിനായിക്കൊണ്ട് അയാൾ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചരിക്കുന്ന ഒരാൾ അയാൾ വ്യഭിചരിക്കുകയില്ല മുഅ്മിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ഈമാൻ വളരെ താഴ്ന്ന അവസ്ഥയിലായിരിക്കും. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഒരു മദ്യപാനി മദ്യപിക്കുന്നില്ല മുഅ്മിനായിക്കൊണ്ട്. ഒരു മദ്യപാനിയും ഈമാനുള്ളവനായിക്കൊണ്ട് ഒരിക്കലും മദ്യപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾ മദ്യപിക്കുമ്പോൾ അയാളുടെ ഈമാനിൻ്റെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലായിരിക്കും. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു മോഷ്ടിക്കുന്ന ഒരാൾ മോഷ്ടിക്കുമ്പോൾ മുഅ്മിനായിക്കൊണ്ട് അയാൾ അത് ചെയ്യുകയില്ല. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ ഈമാൻ ഉണ്ടാവുകയില്ല എന്നു പറയപ്പെട്ട തിന്മകളും കബായിറിൽപ്പെടും. അതുപോലെ തന്നെ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ലൈസ മിന്ന എന്നു പറഞ്ഞ പ്രയോഗങ്ങൾ. എന്താണ് ലൈസ മിന്ന എന്ന് പറഞ്ഞാൽ? നമ്മിൽപ്പെട്ടവനല്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമല അലൈന സിലാഹ ഫലൈസ മിന്ന. ആരാണോ നമുക്ക് നേരെ ആയുധമെടുത്തത് അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ, ഒരു മുഅ്മിനിൻ്റെ നേർക്ക് ആയുധം ഓങ്ങുക, അവനെ കൊല്ലാൻ തുനിയുക എന്നത് കബായിറിൽപ്പെട്ടതാണ് എന്നതിനുള്ള തെളിവാണ്. ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. അതുപോലെ അവിടുന്ന് പറഞ്ഞു, മൻ ഗശന ഫലൈസ മിന്ന. ആരാണോ നമ്മെ ചതിച്ചത്, വഞ്ചിച്ചത്, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ ഒരു മുഅ്മിനിനെ ആയുധമേന്തി അവൻ്റെ നേർക്ക് ചെല്ലുക എന്നത് കബായിറാണ്. ചതിക്കുക, വഞ്ചിക്കുക, പറ്റിക്കുക എന്നത് കബായിറാണ്. ഇങ്ങനെയുള്ള തെറ്റുകളും ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഈമാൻ ഉണ്ടാവുകയില്ല, അതുപോലെ നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങളും സഹോദരങ്ങളെ കബായിറിനെ, വൻപാപങ്ങളെ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളാണ് എന്ന് നമുക്ക് കാണാം. അങ്ങനെ അത് കണക്ക് കൂട്ടി നോക്കിയാൽ, പരിശോധിച്ചു നോക്കിയാൽ, ഹിയ ഇലാ 700 അഖ്റബ്, 700ഓളം വരെ എത്തിക്കാൻ സാധിക്കും. 700നോടാണ് അതിനടുപ്പം. മിൻഹാ ഇല 7, അതിൽപ്പെട്ടതാണ് 7 കാര്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗൈറ അന്നഹു ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാരി വലാ സഗീറത മഅൽ ഇസ്റാർ. കബായിറുകളുടെ, വൻപാപങ്ങളുടെ എണ്ണം അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറയുകയാണെന്ത്? ഗൈറ അന്നഹു ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ. കബായിറുകൾ ഇത്ര അധികമുണ്ട്, ശരിയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഹിഫുലാക്കേണ്ട ഒരു വാക്കാണിത്. അള്ളാഹുവിനോട് ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ
പാപമോചനം തേടി പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഒരു കബീറത്തും കബീറത്തല്ല, ഒരു വൻപാപങ്ങളും വൻപാപമായി അവശേഷിക്കുകയില്ല, അള്ളാഹു പുറത്തു തരും. ഒരു കബീറത്തും ഒരു വൻപാപവും വൻപാപമായി നിൽക്കുകയില്ല ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ. അള്ളാഹുവിനോട് അള്ളാഹുവെ പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് തൗബയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരാൾ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുകയാണെങ്കിൽ അയാളിൽ കബായിറുകൾ വൻപാപങ്ങൾ അവശേഷിക്കുകയില്ല. അതോടൊപ്പം വലാ സഗീറത മഅൽ ഇസ്റാർ, ഒരു ചെറിയ പാപവും അത് നിരന്തരമായി ചെയ്യുമ്പോൾ അത് ചെറിയ പാപമായി അവശേഷിക്കുന്നുമില്ല. വൻപാപങ്ങൾ എന്നത് ഇസ്തിഗ്ഫാർ കൂടെ ഉണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു പുറത്തു തരും, അത് അവശേഷിക്കുകയില്ല, പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരികയില്ല. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് തുടർച്ചയായി സ്ഥിരമായി നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ തെറ്റും ചെറിയ തെറ്റല്ല. കാരണം എന്താ? ചെറുത് നമ്മെ വലുതിലേക്ക് എത്തിക്കും. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മകളിൽ നിന്ന് നിങ്ങൾ യാതൊന്നും നിസാരവൽക്കരിക്കരുത്. അതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ തിന്മകളുടെ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കുക, വമുഹഖറാത്തി ദുനൂബ്, തിന്മകളെ നിസാരവൽക്കരിക്കുക എന്ന കാര്യത്തെ തൊട്ട് നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുക. ഒരു അറബി കവി പറഞ്ഞതുപോലെ, ഖല്ലി ദുനൂബ സഗീറഹ വകബീറഹ ഫഹുവ തുഖ, തിന്മകൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ നീ അത് ഒഴിവാക്കുക, നീ അതിൽ നിന്ന് മാറി നിൽക്കുക. ഫഹുവ തുഖ, അതാണ് തഖ്വ, അതാണ് റബ്ബിനെ സൂക്ഷിക്കുക എന്ന കാര്യം. വസ്ന കമാഷിൻ ഫൗഖ അർളി ഷൗകി യഹ്ദറു മാ യറ, നീ മുള്ളുകളും കല്ലുകളും നിറഞ്ഞ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നടക്കുന്നവനെ പോലെ ആയിത്തീരുക. തിന്മകളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്, തിന്മകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, മുള്ളുകളിൽ ചവിട്ടാതെ നീ എങ്ങനെ രക്ഷപ്പെട്ട് മാറി നടക്കും അതുപോലെ നീ ചെയ്യുക. ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസാ, ചെറുതല്ലേ എന്ന് പറഞ്ഞ് നീ നിസാരവൽക്കരിക്കരുത്. ഇന്നൽ ജിബാല മിനൽ ഹസാ, തീർച്ചയായും പർവ്വതങ്ങൾ ചെറിയ ചെറിയ കല്ലുകൾ കുന്നുകൂടിയിട്ടാണ്, ഒരുമിച്ച് കൂടിയിട്ടാണ് പിന്നീടത് വലിയ മലയാവുന്നത്, പർവ്വതമായി തീരുന്നത് എന്നതുപോലെ സഹോദരങ്ങളെ, ഒരു ചെറിയ പാപവും ചെറുതല്ല, അത് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ ആ ചെറുത് നമ്മെ വലുതിലേക്ക് എത്തിക്കും. തിന്മകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അതിൻ്റെ വലിപ്പത്തിലേക്കല്ല ഞാനും നിങ്ങളും നോക്കേണ്ടത്, മറിച്ച് നമ്മൾ ആരോടാണത് ചെയ്യുന്നത്, ആരെയാണ് ധിക്കരിക്കുന്നത്, ആരോടാണ് ഞാൻ ഈ അനുസരണക്കേട് കാണിക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത് എന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ്, 700 വൻപാപങ്ങൾ കടുപ്പം, അതിൽ പെട്ടതാണ് 7 വൻപാപങ്ങൾ. ആ 7 വൻപാപങ്ങളുടെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 7 വൻപാപങ്ങൾ എന്നത് അസ്സബഉൽ മൂബിഖാത്ത് എന്നാണ്. എന്താണ് അസ്സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ? നാശകാരിയായ, ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന തിന്മകളാണ് 7 വൻപാപങ്ങളായി അവിടുന്ന് എണ്ണിപ്പറഞ്ഞത്. അതേറ്റവും ഗൗരവപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഗൗരവപ്പെട്ട നശിപ്പിച്ചു കളയുന്ന 7 വൻപാപങ്ങളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനർത്ഥം ആ 7 മാത്രമാണ് എന്നല്ല, മറിച്ച് മേൽപ്പറഞ്ഞ മാനദണ്ഡം പരിശോധിച്ചു നോക്കിയാൽ 700 വരെ അത് എത്തി നിൽക്കും എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇസ്തിഗ്ഫാർ കൂടെ ഉണ്ടെങ്കിൽ ഒരു കബീറത്തും കബീറത്തല്ല. എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? അസ്തഗ്ഫിറുല്ലാഹ്, അതല്ലെങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് പുറത്തു നൽകണേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ഒരാൾ വെറുതെ പറഞ്ഞാൽ മതിയോ? അത് കേവലം വെറുതെ പറയാനുള്ളതല്ല, മറിച്ച് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരാൾ പറയുമ്പോൾ, അയാളുടെ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. എന്തൊക്കെയാണ് നിബന്ധനകൾ? ഒന്നാമത്തെ കാര്യം, ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റം ഖേദമുണ്ടാവണം. പണ്ഡിതന്മാർ പറഞ്ഞു,
അന്നദമു അലാ ഫിഅലിഹി, ഒരു തിന്മ, ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയി, അതിൻ്റെ പേരിൽ ഖേദമുണ്ടാവണം, അങ്ങേയറ്റം പ്രയാസം തോന്നണം. അതല്ലാതെ എനിക്ക് യാതൊരു പ്രശ്നമില്ല, വേണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്നൊക്കെ പറയാം, തൗബ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, അസ്തഗ്ഫിറുല്ലാ വ തൂബു ഇലൈഹി എന്നല്ല. ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യാൻ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്നു എങ്കിൽ ഖേദമുണ്ടാവണം. അത് തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, ചെയ്യുന്ന തിന്മകളിൽ നിന്നും മാറി നിൽക്കണം. അൽ ഇഖ്ലാഉ അനി ദംബ്, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കെ തൗബ ചെയ്യുക എന്നത് ശരിയല്ല. അയാൾക്ക് നന്നാവണമെന്ന ആഗ്രഹമുണ്ട്, തെറ്റിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ട്, എങ്കിൽ എന്തു വേണം? അയാൾ ചെയ്യുന്ന തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. മുഅ്മിനീങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ തിന്മകളിൽ തുടരുകയില്ല. തെറ്റ് ചെയ്യുക, വീണ്ടും തൗബ ചെയ്യുക, ആ തെറ്റ് ഇങ്ങനെ തുടർന്നു പോവുക, എന്നിട്ട് ഒരു ഭാഗത്തു നിന്ന് തൗബ, അങ്ങനെയല്ല. അതെന്തല്ല യഥാർത്ഥത്തിലുള്ള തൗബ അല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താണ്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ തിന്മകളിൽ തുടരുകയില്ല. അപ്പം തിന്മകളിൽ തുടർന്നുകൊണ്ട് വായ കൊണ്ട് നാവ് കൊണ്ട് മാത്രം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുക എന്നത് സഹോദരങ്ങളെ, അത് യഥാർത്ഥ ഇസ്തിഗ്ഫാർ അല്ല, തൗബയല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ നിബന്ധന അൽ അസ്മു അല അല്ല യഊദ ഫീഹി, ആ തെറ്റിലേക്ക് അതല്ലെങ്കിൽ തിന്മകളിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ചെയ്തു പോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കണം, ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം, അതോടൊപ്പം ഇനി മടങ്ങുകയില്ല എന്നതും മനസ്സിൽ ഉറപ്പിക്കണം. സമയം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ അത് ചെയ്യും എന്ന നിയത്തോടു കൂടിയാണെങ്കിൽ സഹോദരങ്ങളെ, അത് ചില ആളുകൾ പറയാറുള്ളത് പോലെ കാക്കത്തൗബയാണ് എന്നാണ് പറയാറുള്ളത്. അല്ലേ? കാക്കനെ കണ്ടില്ല, എല്ലാ സ്ഥലത്തും പോയിട്ട് കൊത്തും, എന്നിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ പോയിട്ട് ആ കൊക്കിങ്ങനെ വൃത്തിയാക്കും, എന്നിട്ട് അത് നിർത്തുമോ? ഇല്ല, പിന്നെയും പോയിട്ട് കൊത്തും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. നാലാമതായി പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു. അത് സൃഷ്ടികളുമായി, പടപ്പുകളുമായി, മനുഷ്യരുമായി ബന്ധപ്പെട്ട വല്ല തിന്മയാണെങ്കിൽ, തെറ്റാണെങ്കിൽ അവരോട് അത് തീർപ്പ് കൽപ്പിക്കണം, അവരുമായി അത് തീർക്കണം. ആളുകളോടൊക്കെ ദുൽമ ചെയ്തിട്ട് പുരൻ്റെ അടുത്ത് നിന്നിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. അതല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. ആരോടാണോ തെറ്റ് ചെയ്തത്, ആരോടാണോ അതിക്രമം ചെയ്തത്, അവരോട് അത് തീർപ്പ് കൽപ്പിക്കണം. സാമ്പത്തികമായ ഇടപാടുകളാണെങ്കിൽ അത് കൊടുത്തു കൂട്ടണം, അതല്ലെങ്കിൽ സാവകാശം ചോദിക്കണം, അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണം. ഇനി മറ്റു വല്ലതുമാണെങ്കിൽ പറഞ്ഞു തീർക്കണം. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ, ഒരാളിൽ ഉണ്ടായാൽ മാത്രമേ അയാളുടെ ഇസ്തിഗ്ഫാർ ശരിയാവുകയുള്ളൂ. ഒരാൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്താൽ അയാൾക്ക് കബീറത്ത് അവശേഷിക്കുകയില്ല, അഥവാ വൻപാപങ്ങൾ ഉണ്ടാവുകയില്ല. അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. റബ്ബാണ് നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനുള്ളത്. അള്ളാഹു അല്ലാതെ ഒരാളും നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്നു, തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ അതിലേക്ക് നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. അള്ളാഹു മാത്രമാണ് നമുക്ക് പുറത്തു തരാനുള്ളത്. റബ്ബിനോടാണ് നമുക്ക് നമ്മുടെ തിന്മകളെക്കുറിച്ച് ഏറ്റു പറയാൻ സാധിക്കുക. പടപ്പുകളോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ പിന്നെ നമ്മുടെ മുഖത്തേക്ക് നോക്കുകയില്ല, നമ്മുടെ തിന്മകൾ പറഞ്ഞാൽ, തെറ്റുകൾ പറഞ്ഞാൽ. എന്നാൽ നമ്മുടെ റബ്ബിനോട്, അള്ളാഹുവിനോട് നമുക്ക് പറയാം, ഏറ്റു പറയാം, ചെയ്തു പോയ തെറ്റു പറയാം. എത്ര തെറ്റ് സംഭവിച്ചോ അതൊക്കെ അള്ളാഹുവിനോട് ഏറ്റു പറയാം. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിൻ്റെ പേരിൽ നമ്മെ വെറുക്കുകയില്ല. ഇസ്തിഗ്ഫാർ ചെയ്തോ തൗബ ചെയ്തോ അള്ളാഹു തആല സന്തോഷിക്കുമെന്നാണ്. ഒരടിമ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണെങ്കിൽ അള്ളാഹു സന്തോഷിക്കും. എന്താണ് ആ സന്തോഷത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത്? ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അയാളുടെ ഒട്ടകപ്പുറത്ത് അയാളുടെ വിഭവങ്ങൾ, ഭക്ഷണവും വെള്ളവും എല്ലാം ഉണ്ട്. അയാൾ ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോൾ അയാളുടെ വാഹനമൃഗം കാണുന്നില്ല. അങ്ങനെ അയാൾ കുറേ അന്വേഷിച്ചു, അലഞ്ഞ് തിരിഞ്ഞ് നിരാശനായി ആ മരച്ചുവട്ടിൽ വന്നിരുന്നു. വീണ്ടും
ഒന്ന് കണ്ണടച്ചു, ഉറങ്ങിപ്പോയി. എഴുന്നേൽക്കുമ്പോൾ അതാ മുന്നിൽ കാണുന്നു നഷ്ടപ്പെട്ടു പോയ വാഹനമൃഗം. ഈ സമയത്ത് ആ വ്യക്തി പറയുകയാണ് സന്തോഷത്തിൻ്റെ കടുപ്പം കൊണ്ട്, അല്ലാഹുമ്മ അൻത അബ്ദീ അന റബ്ബുക്. അല്ലാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. യഥാർത്ഥത്തിൽ അയാൾ എന്താണ് പറയേണ്ടിയിരുന്നത്? അല്ലാഹുവേ, ഞാൻ നിൻ്റെ അടിമയും നീ എൻ്റെ റബ്ബുമാണ് എന്നാണ് പറയേണ്ടത്. പക്ഷേ സന്തോഷത്തിൻ്റെ കടുപ്പം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. സന്തോഷം കൊണ്ട് വാക്ക് മാറിപ്പോയി എന്നാണ്. ഇതിനേക്കാൾ സന്തോഷിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിനേക്കാൾ അള്ളാഹുവിന് സന്തോഷമുണ്ട് എപ്പോൾ? ഒരടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഉണർത്തട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു നമുക്കെല്ലാ നിഅമത്തുകളും തന്നു, എല്ലാ അനുഗ്രഹങ്ങളും തന്നു. അള്ളാഹു ചില കൽപ്പനകൾ നിർദ്ദേശിച്ചു, ചില വിലക്കുകൾ ഏർപ്പെടുത്തി. എന്നിട്ട് ആ റബ്ബിനെ നമ്മൾ ധിക്കരിക്കുകയാണ്, ആ റബ്ബിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുകയാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ തന്നെ നമ്മെ പിടിക്കുന്നില്ല. അള്ളാഹു അവസരം നീട്ടിത്തരികയാണ്. എന്നിട്ട് ആ റബ്ബ് നമ്മെ തൗബയിലേക്ക് ക്ഷണിക്കുകയാണ്, ഇസ്തിഗ്ഫാറിലേക്ക് ക്ഷണിക്കുകയാണ്. ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തത്തോട് ധാരാളമായി അതിക്രമങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിമകളോട് പറയുക നബിയെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായി പോകരുത്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. സൂറത്തു ആലി ഇമ്രാൻ. സ്വന്തത്തോട് ധാരാളമായി അതിക്രമങ്ങൾ ചെയ്തു പോയ, വൃത്തികേടുകൾ ചെയ്തു പോയ, തിന്മകളിൽ അകപ്പെട്ടു പോയ ആളുകൾ, അവർ അള്ളാഹുവിനെ ഓർക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹു അല്ലാതെ ആരുണ്ട്? നോക്കൂ, അള്ളാഹു തൗബയുടെ വാതിലുകൾ തുറന്നു തരികയാണ്. ആ തൗബയിലേക്ക് തെറ്റുകൾ ചെയ്ത, അള്ളാഹുവിനെ ധിക്കരിച്ച അവൻ്റെ അടിമകളെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് തൗബ ചെയ്യാൻ ഒരു മനുഷ്യന് അവസരം കൊടുക്കുകയാണ്, തൗഫീഖ് കൊടുക്കുകയാണ്. തൗബ ചെയ്യാൻ സഹോദരങ്ങളെ റബ്ബിൻ്റെ തൗഫീഖ് വേണം, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുകയില്ല. തൗബക്കുള്ള തൗഫീഖ് അള്ളാഹു നൽകണം. വൻപാപങ്ങളിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ച ചില ആളുകളുടെ അവസ്ഥ, തിന്മകളുടെ അനന്തരഫലമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വലൗ മാത നിസ്ഫുഹു ലമാ താബ ഇലല്ലാഹ്. പകുതി ചത്താലും അവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയില്ല. പകുതി ചത്തിട്ടുണ്ടാകും, എന്നാലും അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ അവന് തൗഫീഖ് കിട്ടുകയില്ല. അങ്ങനെ ചില ആളുകളുണ്ട്, നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. മദ്യപാനവും തോന്നിവാസങ്ങളും ഇതിലായി ജീവിച്ച ആളുകൾ ഒരു അപകടത്തിൽപ്പെട്ടാലാവട്ടെ, അതല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വന്ന് പ്രയാസപ്പെട്ടാൽ, മരണം മുന്നിൽ കണ്ടാലും തൗബ ചെയ്ത് മടങ്ങുകയില്ല. എന്നാലും തിന്മകളിലായിരിക്കും, എന്നാലും ഹറാമിലായിരിക്കും, എന്നാലും പാപങ്ങളോടായിരിക്കും ചായവ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, തൗബക്ക് അള്ളാഹു തൗഫീഖ് നൽകണം. പകുതി ചത്തിട്ട് പോലും തൗഫീഖ് കിട്ടാത്ത ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതാണ് സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അള്ളാഹു എല്ലാ നിഅമത്തുകളും തന്ന് എന്നിട്ട് മനുഷ്യൻ അവനെ ധിക്കരിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരും. എന്നിട്ട് ആ റബ്ബ് നമ്മെ തൗബയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ആ തൗബക്ക് അള്ളാഹു തൗഫീഖ് നൽകുകയാണ്. തീർന്നോ? ഇല്ല. ആ തൗബ അള്ളാഹു നിരുപാധികം സ്വീകരിക്കുകയാണ്, ഒരു ഉപാധിയുമില്ലാതെ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കാൻ ആരാണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും സൂറത്തു സുമറിൽ പറയുകയാണ്. ഒരു ഉപാധിയുമില്ലാതെ, ഒരു നിബന്ധനയുമില്ലാതെ അള്ളാഹു റബ്ബുൽ ആലമീൻ പാപങ്ങൾ പുറത്തു നൽകുകയാണ്, ആ തൗബ സ്വീകരിക്കുകയാണ്. തീർന്നില്ല സഹോദരങ്ങളെ, ആ തൗബ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തിന്മകൾ നന്മകളാക്കി മാറ്റിക്കൊടുക്കുകയാണ്.
സുബ്ഹാനല്ലാഹ്, തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റി കൊടുക്കുകയാണ്. തിന്മകളെ മാറ്റി നന്മകളാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം? അതും അവസാനിക്കുന്നില്ല. ആ തൗബയിൽ അള്ളാഹു സന്തോഷിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, ഏത് പടപ്പിനിത് സാധിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ, അവൻ്റെ റഹ്മത്ത് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വൻപാപവും വൻപാപമായി അവശേഷിക്കുകയില്ല ഇസ്തിഗ്ഫാർ കൂടെ ഉണ്ടെങ്കിൽ. അതോടൊപ്പം നമ്മൾ ഒരിക്കലും വഞ്ചിതരായി പോവാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു ചെറിയ പാപവും ചെറുതല്ല, അത് നിരന്തരമായി ജീവിതത്തിലുണ്ടെങ്കിൽ, അതിലായി തുടർന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും അത് ചെറുതായി അവശേഷിക്കുന്നില്ല, അവസാനിക്കുന്നില്ല. മറിച്ച് ആ ചെറുത് വലുതിലേക്ക് നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയുക നബിയെ, അവരുടെ ദൃഷ്ടികൾ, കണ്ണുകൾ താഴ്ത്തുക. കണ്ണുകൾ താഴ്ത്തുക, കണ്ണുകൾ അയച്ചുവിടുക എന്നത് തെറ്റ്, ചെറുതാണ്. എന്നാൽ അള്ളാഹു അതാ തൊട്ടടുത്തത് പറയുന്നത് എന്താണ്? അതിൻ്റെ അനന്തരഫലം വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവം സൂക്ഷിക്കാനും പറയുക. കണ്ണ് അയച്ചുവിട്ടാൽ ഈ ചെറുതിൽ നിന്ന് വലുതിലേക്കെത്തും. എന്നാൽ ഒരാൾക്ക് കണ്ണ് താഴ്ത്താൻ സാധിച്ചാൽ, കണ്ണിനെ സൂക്ഷിക്കാൻ സാധിച്ചാൽ അടുത്ത തിന്മയിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. അതുപോലെ അള്ളാഹു പറഞ്ഞു, വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. നോക്കൂ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല അള്ളാഹു പറഞ്ഞത്. വലാ തഖ്റബു, എന്താണ് തഖ്റബു എന്ന് പറഞ്ഞാൽ? വലാ തഖ്റബു എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? അതിലേക്ക് അടുക്കരുത്, അഥവാ അതിലേക്ക് അടുപ്പിക്കുന്ന മാർഗങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലരുത്. അതിലേക്ക് അടുപ്പിക്കുന്ന മാർഗങ്ങൾ ചിലപ്പോൾ ചെറുതായേക്കാം, പക്ഷേ ആ ചെറുത് നിസാരവൽക്കരിച്ചാൽ സിനയിലേക്കെത്തും. സിന, വ്യഭിചാരം എന്നാൽ കടുത്ത തെറ്റാണ്, വലിയ തെറ്റാണ്, ഗുരുതരമായ തിന്മയാണ്. ഇപ്പം നോക്കൂ നിങ്ങൾ, വൻപാപങ്ങളിലേക്ക് ചെറിയ പാപങ്ങൾ എത്തിക്കും. ചെറുതല്ലേ എന്നൊരിക്കലും വിചാരിക്കരുത്. ഇത് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കുമുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ഒരിക്കലും തെറ്റിനെ നമ്മൾ നിസാരവൽക്കരിക്കരുത്. പാപങ്ങൾ എന്നത് നമ്മെ ഇഹലോകത്തും പരലോകത്തും നശിപ്പിച്ചു കളയും. ഈ പറഞ്ഞ പാപങ്ങൾ മുഖേനയായിരിക്കും നമ്മുടെ അന്ത്യം പരാജയപ്പെട്ടു പോവുക. അതുകൊണ്ടാണ് മുൻഗാമികൾ തിന്മകളെയല്ല അവർ ഭയന്നത്. യഥാർത്ഥത്തിൽ തിന്മകളെയല്ല അവർ ഭയന്നത്, മറിച്ച് ആ തിന്മകൾക്കുള്ള അനന്തരഫലങ്ങളെയാണ്. തിന്മകൾക്ക് അനന്തരഫലങ്ങളുണ്ട്. തിന്മകൾ ആ തിന്മകളായി അവശേഷിക്കുന്നില്ല, മറിച്ച് അതിന് അനന്തരഫലങ്ങളുണ്ട്. അതാണ് മുൻഗാമികൾ ഭയന്നത്. മാത്രമല്ല, അതോടൊപ്പം ആ തിന്മകൾ ചെയ്യുമ്പോഴായി പോവുമോ എൻ്റെ മരണം, ഒരു തെറ്റ് ചെയ്യുമ്പോഴായി പോവുമോ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്നും വിട പറഞ്ഞു പോവുക, മലക്കുൽ മൗത്തിനെ ഞാൻ കാണുക എന്നതായിരുന്നു സഹോദരങ്ങളെ മുൻഗാമികൾ ഭയന്നത്. നിങ്ങൾ അവരുടെ ഭയപ്പാട് അതായിരുന്നു. നമുക്ക് നേരെ തിരിച്ചാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വലി അബ്ദുർ റസാഖി അൻഹു, അബ്ദുർ റസാഖ് അസ്സൻആനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്, അൻഹു അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഹിയ ഇലാ സബ്ഈന അഖ്റബു മിൻഹാ ഇല സബ്അ, വൻപാപങ്ങൾ എന്നത് 70 അതിനടുപ്പം, അതിൽപ്പെട്ടതാണ്, അതിൽ നിന്നാണ് 7 എണ്ണം. ഇപ്പോൾ 7 എണ്ണം എന്നത് ഒരു നിശ്ചിത എണ്ണമല്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ആസാറുകളെല്ലാം പണ്ഡിതന്മാർ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹിയ ഇലാ സബ്ഈന അഖ്റബു എന്ന് പറഞ്ഞാൽ 7 വൻപാപങ്ങളെക്കുറിച്ചാണ് പൊതുവേ നമുക്ക് പരിചയമുള്ളത്. 7 വൻപാപങ്ങൾ, ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, 7 70 അത് അടുത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ 7 നിന്ന് വിട്ട് കബായിറുകൾ, വൻപാപങ്ങൾ 70 വരെ ഉണ്ട്. അല്ല, 70 നിൽക്കുകയില്ല, 700 അതിനടുപ്പം എന്ന് പറഞ്ഞാൽ അറബികൾ പൊതുവെ
ആധിക്യം കാണിക്കാൻ ഇതുപോലെയുള്ള എണ്ണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ധാരാളം തിന്മകളുണ്ട്, കബായിറുകളുണ്ട് എന്നാണ് സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം. ഇത് നമ്മെ ഭയപ്പെടുത്തേണ്ടതാണ്, നമ്മെ പേടിപ്പെടുത്തേണ്ട കാര്യമാണ്. ഇതിൻ്റെ എണ്ണം എന്നത് നമ്മൾ ചെയ്യുന്ന പലതും വൻപാപങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏടുകളിൽ രേഖപ്പെടുത്തിയേക്കാം. അതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. 7, 70, 700 എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ 7 തന്നെ എത്ര ആളുകൾ പതിച്ചിട്ടുണ്ട്. 7 വൻപാപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയില്ലേ? ഒന്നാമത്തേത് എന്താണ്? അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഷിർക്ക് എന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത് വ്യാപകമാണ്. അതുപോലെ അസ്സിഹർ, മാരണക്കാർ എത്രയാണ് നമ്മുടെ നാട്ടിലുള്ളത്. മാരണം പഠിച്ച ആളുകൾക്ക് പ്രത്യേകം ദറജയാണ് ഇത്തരം ആളുകൾക്ക് അരികിൽ. ഇസ്മിൻ്റെ ഉസ്താദ് എന്നറിയപ്പെടും. ഇസ്മിൻ്റെ ഉസ്താദ് എന്ന് പ്രത്യേകം ഒരു കാറ്റഗറി കൊടുത്തിട്ട് അയാൾക്ക് പ്രത്യേകം ഒരു പച്ചത്തട്ടവും ബഹുമാനം ഉണ്ടാവും. എന്നിട്ട് ആ സാഹിറിനെ ബഹുമാനിക്കുകയാണ്. ഇസ്മിൻ്റെ ഉസ്താദ് യഥാർത്ഥത്തിൽ ഇസ്മിൻ്റെ ഉസ്താദായിരിക്കും, പാപത്തിൻ്റെ ഉസ്താദ്. അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിക്കേണ്ടത്. ഇസ്മിൻ്റെ ഉസ്താദ്, പാപത്തിൻ്റെ, കബായിറിൻ്റെ ഉസ്താദ് എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. സിഹർ ചെയ്തു കൊടുക്കുക, അതിൻ്റെ ആളായി അറിയപ്പെടുക. അപ്പോൾ നോക്കൂ എത്ര വ്യാപകമാണത്. വഖത്ലു നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹക്കിന് വേണ്ടിയല്ലാതെ, അഥവാ കൊലക്ക് പകരം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയല്ലാതെ അള്ളാഹു പവിത്രമാക്കിയ നഫ്സിനെ കൊന്നുകളയൽ കബായിറാൻ. ഇന്ന് സഹോദരങ്ങളെ ആരൊക്കെയാണ് കൊല്ലുന്നത്? മാതാപിതാക്കളെ മക്കൾ കൊല്ലുന്നു, സഹോദരങ്ങൾ പരസ്പരം കഴുത്തറുക്കുന്നു. എന്തിനാണ് കൊന്നത് എന്ന് ചോദിച്ചാൽ കൊന്നവനും അറിയില്ല, കൊല്ലപ്പെട്ടവനും അറിയില്ല. എന്തിനാണ് ഈ മരിച്ചത്, എന്തിനാണ് ഈ കൊന്നത്? കൊലപാതകം വർദ്ധിച്ചിരിക്കുകയാണല്ലോ. അതുപോലെ വാക്കുലു റിബ, പലിശ തിന്നൽ. എന്താണ് പലിശ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ? പലിശ എന്ന് പറഞ്ഞാൽ ഇന്ന് തെറ്റാണ് എന്ന് പറയുന്നവരെ കുറിച്ച് പറയും അവർ പിന്തിരിപ്പന്മാരാണ്. എല്ലാറ്റിനും അടവാണ്, എല്ലാറ്റിനും അടവ്. എന്താ ഈ അടവ് എന്ന് പറഞ്ഞാൽ? ഒരർത്ഥത്തിൽ അയാൾ അടവുകാരനാവുകയാണ്. സഹോദരങ്ങളെ, എല്ലാറ്റിനും അടവാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ അടവുകാരായി തീരുകയാണ്. എങ്ങനെ? ആര് ചോദിച്ചാലും അടവാണ്. കൊടുക്കാനുള്ള ആളുകൾ, കിട്ടാനുള്ള ആളുകൾ വന്നാൽ അവരോട് അവസാനം അടവ് നടത്തേണ്ട അവസ്ഥയിലേക്കാണ്. അതങ്ങനല്ല, ഇങ്ങനല്ല, ഈ ആഴ്ചയില്ല, അടുത്ത ആഴ്ചയല്ല, മറ്റന്നാളാ, പിന്നെ ഈ ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെടുകയാണ്. എല്ലാറ്റിനും പലിശ, എന്തിനും പലിശ. പഴയ കാലത്തൊക്കെ വീടിനും വാഹനത്തിനും മാത്രമായിരുന്നു. ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ വരെ സഹോദരങ്ങളെ, എന്നിട്ട് അതിന് പുതിയ പേരുകളാണ്. അപ്പം അത് പറ്റൂല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്തിരിപ്പൻ. യഥാർത്ഥത്തിൽ വൻപാപങ്ങൾ, കബായിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൂബിഖാത്ത് അഥവാ നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച വൻപാപമാണ്. അതുപോലെ അവിടുന്ന് പറഞ്ഞു അക്ലുമാലൽ യതീം, യതീമിൻ്റെ സമ്പത്ത് ഭക്ഷിക്കൽ, യതീമിൻ്റെ സമ്പത്ത് അന്യായമായി തിന്നൽ. അതുപോലെ വത്തവല്ലി യൗമ സഹഫ്, ഇസ്ലാമിൻ്റെ യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ. അതുപോലെ 7-ാമത്തേത് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, യാതൊരു അപരാധവും ചെയ്യാത്ത മുഅ്മിനത്തുകളായ പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കൽ. ഇതാണ് 7 വൻപാപങ്ങൾ, നശിപ്പിച്ചു കളയുന്ന 7 വൻപാപങ്ങൾ. ഇതാണ് സഹോദരങ്ങളെ. ഈ 7-ൽ നിന്നും 70 വരെ, അതല്ലെങ്കിൽ 700 വരെ എന്നാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മെ ഓരോരുത്തരെയും ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. ഇതൊരിക്കലും എന്തല്ല, എണ്ണം ഇത്രയാണ് എന്നല്ല, ഇതിൻ്റെ ആധിക്യം കാണിക്കുകയാണ്. അതിനു മാത്രമുണ്ട് എന്നതാണ് അറിയിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെറ്റുകൾ, തിന്മകൾ, പാപങ്ങൾ എന്നുള്ളത്. അങ്ങോട്ട് ഓരോന്നും, ഓരോ തെറ്റുകളും നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതം തോന്നും, അത്ഭുതകരമായിരിക്കും. പലതും
നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന, അത് തെറ്റല്ല അല്ലെങ്കിൽ ചെറുതാണ് എന്ന് വരെ തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് വായിക്കാനും പഠിക്കാനുമൊക്കെ ഇനി അങ്ങോട്ട് ഉള്ളത്. അള്ളാഹു തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്ത ബാബ് നമുക്ക് വായിക്കാം. ഇൻഷാ അല്ലാഹ് വിശദീകരണം അടുത്ത ദർസിൽ നടത്താം. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ ഈ കിതാബിലേക്ക് അഥവാ വിഷയത്തിലേക്ക് വരികയാണ്. വൻപാപങ്ങൾ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തേത് ബാബുൻ അക്ബറുൽ കബായിർ. ബാബുൻ അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപം. ഫി സഹീഹൈൻ അഥവാ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹവും ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹവും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അൻ അബി ബക്ര റളിയല്ലാഹു അൻഹു. അബൂബക്ര എന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, വേറെ സഹാബിയാണ്. അൻ അബി ബക്ര റളിയല്ലാഹു അൻഹു ഖാല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖുൽന, സഹാബത്ത് പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് അറിയിച്ചു നൽകിയാലും. ഖാല, അവിടുന്ന് പറഞ്ഞു, അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. വകാന മുത്തകിഅൻ ഫജലസ ഫഖാല, ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാർന്ന് ഇരിക്കുകയായിരുന്നു. അവിടുന്ന് എന്നിട്ട് വീണ്ടും തുടരുന്നു, അലാ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ, വ്യാജവാർത്തകൾ, വ്യാജ സാക്ഷ്യം അഥവാ വൻപാപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുകയാണ്. അൽ ഇഷ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ വ ഖൗലു സൂർ വ ശഹാദത്തു സൂർ ഫമാ സാല യുകർറിറുഹാ ഹത്താ ഖുൽനാ ലൈതഹു സകത. ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ ആവർത്തിച്ചു പറയുകയാണ്. നമുക്ക് തോന്നിപ്പോയി അള്ളാഹുവിൻ്റെ റസൂൽ അത് നിർത്തിയിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവുമാറ് അവിടുന്ന് ഇങ്ങനെ ആവർത്തിച്ച് ഇത് പറയുന്നുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസ് ഇവിടെ കൊടുത്തത് അക്ബറുൽ കബായിർ വിവരിക്കാനാണ്. അക്ബറുൽ കബായിർ, പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമെന്നത് അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതാണ് ഏറ്റവും വലിയ പാപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷമാണ് തൊട്ടുടനെ മാതാപിതാക്കളെ ഉപദ്രവിക്കലും അതുപോലെ വ്യാജ വർത്തമാനം, കളവ്, ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും, അതുപോലെ കള്ളസാക്ഷ്യം പോലെയുള്ള കാര്യങ്ങൾ. ഇത് നോക്കൂ, ഒരൊറ്റ ഹദീസിൽ അവിടുന്ന് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. അടുത്ത ദർസിൽ അത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകൾ, തിന്മകൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.